ഇന്ന് നമ്മൾ മലമ്പുഴ ഡാമിലാണുള്ളത്. മലമ്പുഴ ഡാമും മലമ്പുഴ ഗാർഡനും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ മലമ്പുഴ ഡാമും മലമ്പുഴ ഗാർഡനും സ്നേക്ക് പാർക്കും ഒന്നും കാണാതെ പോകരുത്. അപ്പം നമ്മൾ ആദ്യം വന്ന് ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് കയറാനായിട്ടുള്ള എൻട്രിയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ധാരാളം കടകളും ഒക്കെ ഉണ്ട്. അത് അക്വേറിയം കോംപ്ലക്സ് അതൊക്കെ ഇവിടെ സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിനി ഇത് ഉള്ളിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് മലമ്പുഴ ഗാർഡനും ഡാമും സന്ദർശിക്കാനാണ്. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ ധാരാളം ടൂറിസ്റ്റുകളുള്ള സമയമാണ്. കുട്ടികളൊക്കെ ധാരാളം ഇവിടെയുണ്ട്. അപ്പം നമുക്ക് മലമ്പുഴ ഗാർഡനിലോട്ട് കയറും. നല്ല പാട്ടൊക്കെ അവിടെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും അതുപോലെ തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളും ഒക്കെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ സമയത്താണ് ഗാർഡൻ സന്ദർശിക്കാനായിട്ട് പോയത്. അപ്പം നമുക്കിവിടെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. ഇവിടെ ഐ ലവ് മലമ്പുഴ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് എൻട്രൻസ്. ഇതുവഴിയാണ് നമ്മൾ ഉള്ളിലോട്ട് കയറി പോകേണ്ടത്. അപ്പോൾ ഇതിലേക്ക് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ സൈഡിലായിട്ട് തന്നെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറാം. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നമ്മൾ ക്യാഷ് അടച്ച് അകത്തോട്ട് കയറാം. വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഗാർഡന്. ഇവിടെ അതുപോലെ ഫ്ലവർ ഷോ ഒക്കെ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നടക്കാറുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ ഇവിടെ നന്നായിട്ട് ചെടികളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഫെബ്രുവരി മാസങ്ങളിലൊക്കെയാണ് നടക്കുക. എന്തായാലും ഈ ഗാർഡൻ കുട്ടികൾക്ക് കളിക്കാനും ഒക്കെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുറേ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ഒരു ട്രെയിൻ പോലെ ഒരു സംഭവമുണ്ട്. അതിലൊക്കെ കുട്ടികളൊക്കെ കയറി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂവ് ചെയ്യുന്ന ഒരു ട്രെയിനും ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ധാരാളം ആളുകളുള്ളതുകൊണ്ട് എല്ലാവരും നല്ല പിക്ചറൊക്കെ കിട്ടത്തക്ക രീതിയിൽ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായൊരു ഗാർഡനാണിത്. ചെടികളൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. 2-3 ടൈപ്പിലുള്ള പാർക്കൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഇഷ്ടപ്പെടും.
അതുപോലെ തന്നെ മലമ്പുഴയുടെ ഡാമും ഗാർഡനും ഒക്കെ കാണാനായിട്ട് ഉള്ള റോപ്പ് വേ സംവിധാനം ഇവിടെയുണ്ട്. വളരെ ഭംഗിയാണിത് കാണാൻ തന്നെ. ധാരാളം ആളുകൾ റോപ്പ് വേയിലൂടെ ഈ ഒരു കാടിൻ്റെയും മലമ്പുഴ ഡാമിൻ്റെയും ഒക്കെ ഗാർഡൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് ഈ റോപ്പ് വേയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അതിന് പ്രത്യേക ഒരു സ്ഥലത്ത് പോയാണ് നമ്മൾ ആ റോപ്പ് വേയിൽ കയറേണ്ടത്. നല്ല ഒരു വ്യൂ ആണ്. ഇതുപോലെ ഈ ഒരു റോപ്പ് വേയിൽ കയറിയിരുന്ന് നമ്മൾ ഈ ഗാർഡനും ഈ മലമ്പുഴയുടെ ആ മലകളുണ്ടല്ലോ, മലകളുടെ ഭംഗിയൊക്കെ കാണാനായിട്ട്. ഇതാ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ. അപ്പം നമ്മൾ നേരത്തെ കണ്ട പോലെ ഗാർഡൻ വളരെ മനോഹരമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സന്ധ്യസമയം ആകുന്നത് കൊണ്ട് തന്നെ ലൈറ്റെല്ലാം അവിടെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഗാർഡനൊക്കെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. വൈകുന്നേരത്തെ ആ ലൈറ്റിങ്ങും ഒക്കെ കൂടെ വന്നു കഴിയുമ്പോൾ ഇതേ മതിലിലൊക്കെ കുറേ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാനും നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ മുകളിലോട്ടാണ് കയറി പോകുന്നത്. ഇവിടെയാണ് ഡാം ഉള്ളത്. നമ്മൾ ഓരോ തട്ടുതട്ടായിട്ട് ഇങ്ങനെ ഗാർഡൻ പണിതിട്ടിരിക്കുകയാണ്. നമുക്ക് മുകളിലോട്ട് കയറിയാണ് നമ്മൾ പോകുന്നത്. ആ ഡാമിൻ്റെ ഒരു സൈഡ് നമ്മൾ കണ്ടു തുടങ്ങി. ഇനി ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലോട്ട് കയറണം. അപ്പോൾ നമ്മൾ പതുക്കെ നടന്ന് ആ സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഇവിടെ എല്ലാം അവർ നന്നായി ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ മുകളിലോട്ട് കയറുന്നത്. നമ്മളിപ്പോൾ മുകളിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പം ധാരാളം പേര് ഇതെല്ലാം കണ്ടതിന് ശേഷം താഴോട്ട് ഇറങ്ങിയും വരുന്നുണ്ട്. അപ്പം സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഭംഗി വളരെ മനോഹരമാണ്. നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മുകളിൽ കയറിച്ചത് ഡാമിൻ്റെ കാഴ്ചകൾ കാണാം. ഡാമിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വളരെ ഭംഗിയാണ്. ധാരാളം വെള്ളമൊക്കെ ഉള്ള സമയം തന്നെയാണ് കണ്ടോ. അപ്പം ആ മുകളിൽ നിന്നുള്ള കാഴ്ച നല്ല രസമാണ്. ആ സൈഡിലെല്ലാം നല്ല മലകളും ഒക്കെ കുന്നും ചെരുവുകളും ഒക്കെ കാണാം. സൂര്യൻ ആ മലയുടെ താഴെയോട്ട് അസ്തമിച്ച് പോകുന്ന ആ രംഗമൊക്കെ നല്ല രസമാണ്. ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് കാണുമ്പോൾ നല്ല കണ്ണിന് കുളിർമയുള്ള നല്ല കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അതുപോലെ ലൈറ്റിംഗ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് നല്ല ഭംഗിയായിട്ട് കാണാം. ഗാർഡൻ മുഴുവൻ ലൈറ്റിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് കണ്ടോ. ആ മലയുടെ ഭംഗിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴത്തെ സന്ധ്യ സമയമായി, സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. മുകളിൽ നിന്നും താഴേക്കുള്ള ഗാർഡൻ്റെ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഭയങ്കര ഭംഗിയാണ്. ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇത് കാണാനായിട്ട്. എന്തായാലും നിങ്ങൾ പാലക്കാട് പോകുമ്പം മലമ്പുഴ ഡാമും മലമ്പുഴ ഗാർഡനും ഒക്കെ വിസിറ്റ് ചെയ്യണേ. ഡാമിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ മുകളിൽ നിന്ന് നന്നായിട്ട് കണ്ടു. അതുപോലെ ഡാമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി. ഇനി നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങി വരണം. ഇനി ഇവിടെ ഒരു നല്ല കാഴ്ച കാണാനുണ്ട്. അതുകൂടെയൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് പോകാൻ. ഇതാണ് തൂക്കുപാലം. ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ ഈ തൂക്കുപാലത്തിൽ ലൈറ്റൊക്കെ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണത് കാണാൻ. അതുപോലെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഈ തൂക്കുപാലത്തിൽ കയറി നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ തൂക്കുപാലത്തിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ആ തൂക്കുപാലം കടന്ന് അപ്പുറത്തോട്ട് കടക്കുവാണ്. ഞങ്ങളൊക്കെ കുറച്ച് നേരം ആ തൂക്കുപാലത്തിൽ നിന്ന് അതിൻ്റെ ഒരു താളത്തിലുള്ള നമ്മൾ ആ തൂക്കുപാലത്തിൽ കയറുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെ അത് ആടിക്കൊണ്ടേയിരിക്കും. അതുപോലെ താഴെ കാണാനും നല്ല ഭംഗിയാണ്. നിറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ തൂക്കുപാലത്തിലൂടെയുള്ള നമ്മുടെ ആ ഒരു നടപ്പും ഒക്കെ. അപ്പോൾ ആൾക്കാരൊക്കെ കുറേശ്ശെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ ആയതുകൊണ്ട് തന്നെ 8 മണി വരെ ഉള്ളൂ ഇവിടെ. ആ ഒരു സമയത്ത് നമ്മളെല്ലാം കണ്ട് ഇവിടുന്ന് ഇറങ്ങണം. നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു തൂക്കുപാലത്തിൽ കൂടെയുള്ളൊരു നടപ്പ്. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ആ തൂക്കുപാലത്തിൽ കൂടെ നടന്ന് അപ്പുറത്തോട്ട് ഇറങ്ങി. ഇനി നമുക്ക് അപ്പുറത്ത് ഇറങ്ങുമ്പോഴത്തേന് നല്ല കുറച്ച് വ്യൂസും കാഴ്ചകളും ഒക്കെ കാണാം. അത് നമുക്കറിയാം യക്ഷിയമ്മയാണ്. മലമ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് യക്ഷിയമ്മയുടെ ഒരു രൂപമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ട്. കൊച്ചിലെ തൊട്ട് നമ്മൾ മലമ്പുഴ യക്ഷി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കാനായി കുഞ്ഞിരാമൻ 1967 സിമെൻറ്റിൽ പണിത ഒരു വലിയ ഒരു ശില്പമാണ് ഈ ഒരു
യക്ഷിയമ്മയുടെ ശില്പം. ആ ഡാമിൻ്റെ വ്യൂ താഴെ നിന്ന് കാണാൻ നമുക്ക് സാധിച്ചു. അത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് വേറൊരു സൈഡിലുള്ള വ്യൂ ആണ് ഡാമിൻ്റെ. അപ്പം അതുമൊക്കെ നമ്മൾ കണ്ട് ഇനി നമുക്ക് തിരിച്ച് ഈ ഒരു ഇതിൽ കൂടെ തന്നെ വേണം, നമ്മൾ തൂക്കുപാലത്തിൽ കൂടെ തന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങി നമുക്ക് തിരികെയുള്ള വഴിയിലോട്ട് പോകാം. അപ്പം നമ്മൾ കുട്ടികളുമൊക്കെ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ലൊരു യാത്രയായിരുന്നു മലമ്പുഴയിലെ ഈ ഒരു മലമ്പുഴ ഡാമും മലമ്പുഴ ഗാർഡനും ഒക്കെ. ഇനി നമുക്ക് തിരികെ ഇറങ്ങാനുള്ളൊരു വഴിയിലൂടെ ഇറങ്ങിപ്പോകാം. അപ്പം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. സ്വന്തം മായ.